ശ്രീ ജയരാജൻ യു, തിരുവനന്തപുരം സ്വദേശി, 1971 ശ്രീഹരിക്കോട്ടയിലെ ISROയിൽ ഉദ്യോഗസ്ഥനായി ജോലി ആരംഭിച്ചു. സിവിൽ എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ചു വരവെ ISROയുടെ ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങി തിരുവനന്തപുരം BSSCയുടെ വിവിധ യൂണിറ്റുകളിൽ വിശിഷ്ട സേവനം അനുഷ്ഠിച്ചു. വിവിധ സാമൂഹ്യ സേവന സംഘടനകളിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. പൊതുപ്രവർത്തന രംഗത്തും ധാരാളമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നടത്തിയിട്ടുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ഇസ്മായിൽ KP, പാലക്കാട് സ്വദേശി, 10 വർഷമായി മാജിക് അവതരിപ്പിക്കുന്നു. കോളേജുകളിലും സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലഹരി വിരുദ്ധ സന്ദേശം നൽകുക മാജിക്കുകൾ അവതരിപ്പിച്ചു വരുന്നു. സാമൂഹ്യ സേവനത്തിലും സന്നദ്ധ സേവന പ്രവർത്തനത്തിലും സജീവമാണ്. പെയിൻറ്റിംഗ് കോൺട്രാക്ടർ കൂടിയായ ഇദ്ദേഹം നിരവധി പേർക്ക് ആധുനിക രീതിയിലുള്ള പെയിൻറ്റിംഗ് പരിശീലനം നൽകി വരുന്നു. അതുമൂലം ധാരാളം പേർക്ക് തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ട്. തൊഴിൽ പരിശീലന രംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി രേവതി ഉദയകുമാർ, പാലക്കാട് പുഞ്ചപ്പാടം സ്വദേശി, നർത്തകി, അധ്യാപിക, 30 വർഷമായി നൃത്തരംഗത്ത് പ്രവർത്തിക്കുന്നു. 50-ൽ പരം വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം, സംഘനൃത്തം എന്നിവയിൽ ധാരാളം കുട്ടികളെ മത്സരത്തിനായി പരിശീലിപ്പിച്ച് സംസ്ഥാന കലോത്സവത്തിൽ ഉന്നത വിജയം നേടാൻ സഹായിച്ചിട്ടുണ്ട്. 10 വർഷമായി അബി എന്ന നൃത്ത വിദ്യാലയത്തിൽ കുട്ടികളെ നൃത്തം അഭ്യസിപ്പിച്ചു വരുന്നു. പുന്നാമ്പറമ്പ് എന്ന സ്ഥലത്ത് തുടങ്ങിയ നൃത്ത കലാലയം ഇപ്പോൾ പുഞ്ചപ്പാടം, ശ്രീകൃഷ്ണപുരം, കോട്ടപ്പുറം എന്നീ സ്ഥലങ്ങളിൽ കൂടി തുടങ്ങുകയും അവിടെയെല്ലാം അധ്യാപികയായി പഠിപ്പിക്കുകയും ചെയ്തു വരുന്നു. നൃത്ത മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ അഫീസ് ഖാൻ, ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി, വ്യാപാരി വ്യവസായ സമിതിയിലൂടെ പൊതുപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് ഏരിയ പ്രസിഡന്റ് എന്നീ നിലയിൽ പ്രവർത്തിച്ചു. ഹരിപ്പാട് മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഹരിപ്പാട് മണ്ഡലം ജനറൽ സെക്രട്ടറി, തുടർന്ന് സേവാദൾ ജില്ലാ സെക്രട്ടറി, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ചൈൽഡ് പ്രൊട്ടക്റ്റഡ് ടീമിൻ്റെ ജില്ലാ പ്രസിഡന്റും പത്തനാപുരം ഗാന്ധിഭവനിൽ PRO ആയും അസോസിയേഷൻ ഓഫ് ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ജീവകാരുണ്യ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ്. വിശപ്പ് രഹിത പദ്ധതിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലും 7ഓളം പട്ടണങ്ങളിൽ വിശപ്പ് രഹിത അലമാരികൾ സ്ഥാപിച്ചുകൊണ്ട് 1500-ലധികം ആളുകൾക്ക് വിശപ്പ് അകറ്റാൻ സഹായിക്കുന്നു. ആലംബരഹിതരായ ആളുകൾക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന്, പാർപ്പിടം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നു. ACCOKൻ്റെ മുഖ്യ കാര്യദർശിയാണ്. ജനമൈത്രി പോലീസുമായി ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു. സാമുദായിക സംഘം ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ്, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഹരിപ്പാട് ടൗൺ റെസിഡൻഷ്യൽ ട്രസ്റ്റർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. ഒട്ടേറെ ആദരവുകൾ വിവിധ മേഖലകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. അടുത്ത ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നതിനായി സൂര്യകവി ഡോക്ടർ ജയദേവൻ സാറിനെ ക്ഷണിക്കുന്നു. സൂര്യനെക്കുറിച്ച് 4000-ലധികം കവിതകൾ എഴുതി ലോക റെക്കോർഡ് നേടിയ വ്യക്തിയാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കവടിയാർ കൊട്ടാരത്തിൽ നിന്നുള്ള അശ്വതിരുനാൾ തമ്പുരാട്ടിൽ നിന്നുള്ള പ്രത്യേക രാജമുദ്ര എന്നിവ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കണം. എല്ലാവർക്കും നമസ്കാരം. സജ്ജന സാന്നിധ്യം കൊണ്ട് ധന്യമായ ഈ പുരസ്കാര വിതരണ പരിപാടിയുടെ അധ്യക്ഷൻ, ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ ബാലചന്ദ്ര സാർ, BSSൻ്റെ വിവിധ പ്രവർത്തകർ, ഇവിടെ പങ്കെടുത്തിരിക്കുന്ന പുരസ്കാര ജേതാക്കളെ, പ്രിയമുള്ളവരെ, വിവിധ മേഖലയിലുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരേ വേദിയിൽ ആദരിക്കുക എന്ന പരിപാടിക്ക് രൂപം കൊടുക്കുകയും വിജയകരമായി അത് നടപ്പിലാക്കുവാൻ വേണ്ടി നേതൃത്വപരമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ശ്രീ ബാലചന്ദ്ര സാറിനും ടീമിനും ആദ്യമായി അഭിവാദ്യം അർപ്പിക്കുകയാണ്. സമാനതകളില്ലാത്ത പ്രവർത്തനം. ഇവിടെ ബയോഡാറ്റ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും, ബയോഡാറ്റയുടെ വലിപ്പച്ചെറുപ്പമില്ലാതെ, പ്രായഭേദമില്ലാതെ എല്ലാവരെയും ഒരേപോലെ ചേർന്ന് നിർത്തി ആദരിക്കുവാൻ
ഭാരതസേവ സമാജനല്ലാതെ വേറൊരു സന്നദ്ധ സംഘടനയ്ക്കും കഴിയില്ല എന്നുള്ള വസ്തുത ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ ഓരോ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങളെ അതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും സംസ്കാരത്തിനും വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെയൊക്കെ ആദരിക്കുക എന്നുള്ളതാണ് ഭാരതസേവ സമാജിൻ്റെ മഹത്തായ മുഖമുദ്ര. അങ്ങനെ ആദരിക്കപ്പെടുമ്പോൾ ഇവിടെ സ്വീകരണം, ഇന്നിവിടെ ആദരവ് ഏറ്റുവാങ്ങുന്നവർ അവരുടെ വരുംകാല പ്രവർത്തനങ്ങളിൽ ഈ പുരസ്കാരം കൂടുതൽ കരുത്തു പകരട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ ആശംസ നേരാൻ എന്നെയും ക്ഷണിച്ച ഇതിൻ്റെ നല്ലവരായ സംഘാടകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ശ്രീമതി ജസീന്ത മോറിസ്. കവയിത്രിയാണ്, അഭിനേത്രിയാണ്, മോഡലാണ്, ഗായികയാണ്, നർത്തകിയാണ്. അങ്ങനെ ധാരാളം മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആശംസ അർപ്പിക്കാനായിട്ട് 2-3 നിമിഷം ലഭിക്കുന്നത് മഹാഭാഗ്യം തന്നെ. 3-4 വർഷങ്ങൾക്ക് മുൻപേ ഇതുപോലെ അവാർഡ് ജേതാക്കൾ ഇരിക്കുന്ന സീറ്റിൽ ഞാനും അവാർഡ് സ്വീകരിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. 10-20 പുസ്തകം 3 ഭാഷകളായിട്ട് എഴുതിയതിനും. ഇവിടെ അതിനു മുൻപ് തന്നെ ഇവിടെ കവിയരങ്ങൾ നടക്കാറുണ്ട്. അതുപോലെ തന്നെ വിവിധ പരിപാടികൾ, സിനിമയുടെ ചർച്ച, വലിയ പ്രഗത്ഭരായ വ്യക്തികൾ തമ്മിലുള്ള സംവാദം, അങ്ങനെ ഏജീസ് ഓഫീസിൽ ജോലി ചെയ്ത് 37 വർഷം ഏജീസ് ഓഫീസിൽ ജോലി ചെയ്ത് കഴിഞ്ഞ വർഷമാണ് റിട്ടയർ ആയത്. സർവീസിലിരിക്കെ 20 പുസ്തകം എഴുതി, 4 ഷോർട്ട് ഫിലിംസും 5 ആൽബംസും നിർമ്മിച്ചു. ഇപ്പോൾ ഈ മാസം 4-ാം തീയതി എൻ്റെ ഒരു വളരെ സീരിയസ് ആയിട്ട് എന്നെ ആലോചിച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം ലോകം അങ്ങനെയാണ് 4-ാം തീയതി റിലീസായി. അത് ഇനി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ സമൂഹത്തിന് എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ നല്ലത് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ തിരിച്ചറിയുക, അവർക്കും ഈ പുരസ്കാരം ലഭിക്കാനായിട്ട് അവസരം ഒരുക്കി കൊടുക്കുക, അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യം. അങ്ങനെ കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് 10-300-ലേറെ ആൾക്കാർക്ക് പുരസ്കാരം ഭാരത് സേവ സമാജ് ശരിക്കും പറഞ്ഞ ഒരു പ്രസ്റ്റീജിയസ് അവാർഡ് എന്ന് തന്നെ ഞാൻ പറയാം. കാര്യം എനിക്ക് 10-100-ലേറെ പുരസ്കാരങ്ങൾ വീടൊരു മ്യൂസിയം പോലെയാണ്. പക്ഷേ ഈ ഒരു അവാർഡ് എനിക്ക് ലഭിച്ചതിന് ശേഷം ഞാനത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓരോരുത്തരും കച്ചവടമാക്കി മാറ്റിയിരിക്കുന്നു. 5000, 25,000 രൂപ, 1 ലക്ഷം മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ 1 lakh. അങ്ങനെ അവാർഡ് എന്ന് പറയുന്ന ഒരു വലിയ കമേഴ്ഷ്യൽ സംഭവമായി മാറിയിരിക്കുന്ന സമയത്ത് ഇവിടെ ഇത്തരത്തിൽ ഈ ഒരു പരിപാടി എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ വന്ന് നിങ്ങളെ ആരെയും പരിചയമില്ലാത്ത മന്ത്രിമാരും MLA-മാരും വന്ന് അവർക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളും പറഞ്ഞ് ഒരു കർമ്മം നിർവഹിച്ചിട്ട് ഒരു പോക്ക് പോകുന്ന പോലെയല്ല ഇവിടെ. ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ പ്രൊഫൈലും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് അവാർഡ് തരുന്നത് ഇതിൻ്റെ ചെയർമാൻ തന്നെയാണ്. ഇവിടെ വേറെ ആരുമല്ല ഇമ്പോർട്ടൻ്റ്. ഏറ്റവും മുന്നിലിരിക്കുന്നത് അവാർഡ് ജേതാക്കളാണ്. ഞങ്ങളൊക്കെ പുറകെ ഇരിക്കുക, കൂടെ വന്നവരെല്ലാം പുറകെ ഇരിക്കുക. നിങ്ങൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. എല്ലാവരെയും ഒരേപോലെ കണക്കാക്കുന്നു. എല്ലാവരുടെയും ഫോട്ടോ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ എടുക്കും, വീഡിയോഗ്രാഫർ വീഡിയോ എടുക്കും, എല്ലാവർക്കും ഒരേപോലെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും, ഫോട്ടോസ് ചോദിച്ചാൽ തരും, എല്ലാവർക്കും ഒരേപോലെ ചായ സൽക്കാരം, ഒരേ എമൗണ്ട് രജിസ്ട്രേഷൻ. ഇത്രയും എളിമയും മഹനീയവുമായ ഒരു അവാർഡ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഇത്രയും മനസ്സിലാക്കിയത് കൊണ്ടാണ് ലോകത്തെ പല ഭാഗത്ത് ഇന്നിപ്പം ഞാൻ ശുപാർശ ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരി, പ്രീ ഡിഗ്രി മുതലുള്ള എൻ്റെ ഫ്രണ്ടാണ്. അവൾ അന്നേ ഡാൻസറാണ്. പക്ഷേ ആ ഡാൻസ് അവിടെ വെച്ച് ഉപേക്ഷിച്ചില്ല. വിദേശത്ത് പോയിട്ടും ഞങ്ങൾ കുറേ നാൾ കണക്ഷനില്ല. കാര്യം നമ്മൾ കത്തിടപാട് മാത്രമല്ലേ അങ്ങനത്തെ കണക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ അവൾ ഈ ഒരു നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ ട്രഡീഷണൽ ഡാൻസ് അവിടെ ഉള്ളവരെ പഠിപ്പിച്ചു കൊടുത്ത് അവിടെ അക്കാഡമി നടത്താനും ജോലിക്ക് പുറമേ ഈ ട്രഡീഷണൽ സംഭവം പ്രൊമോട്ട് ചെയ്യാനായിട്ട് നടക്കുമ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു മഹനീയമായ ഒരു അവാർഡുണ്ട്, അത് നീ സ്വീകരിക്കാൻ വരണം, നിൻ്റെ പേര് ഞാൻ ശുപാർശ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂട്ടുകാരി USA നിന്ന് ഒരേപോലത്തെ സാരി, ഞങ്ങൾ വേറൊരു കൂട്ടുകാരിയും വന്നിട്ടുണ്ട്, ഞങ്ങൾ ഒരേപോലത്തെ സാരി അവൾ കൊണ്ട് തന്നതാണ്. അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇത്. അപ്പോൾ അതായത് എൻ്റെ 16 വയസ്സിലെ ഫ്രണ്ടാണ്, ഇപ്പോൾ എനിക്ക് 61 വയസ്സായി. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴം മനസ്സിലാക്കിയില്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ശുപാർശ ചെയ്യാൻ
വന്നിട്ടുള്ള ഒരുപാട് പാമ്പ് പിടുത്തക്കാർ, കൃഷി സംബന്ധമായിട്ടുള്ളവർ, കവികൾ, അതുപോലെ തന്നെ സൈൻ ലാംഗ്വേജ് പഠിപ്പിച്ച് ഭിന്നശേഷി സ്കൂളിൽ പോലും പോകാൻ കഴിവില്ലാതെ വീട്ടുകാർക്ക് ഭാരമായിരിക്കുന്നവരുടെ വീടുകളിൽ പോയി സൈൻ ലാംഗ്വേജിലൂടെ പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് തൊഴിൽ നേടാനുള്ള ലെവലിൽ എത്തിക്കുന്ന രീതിയിലുള്ള ആൾക്കാർ ഞാൻ പല സ്റ്റേറ്റിൽ നിന്നും പല ജില്ലകളിൽ നിന്നും ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യും. എല്ലാവരും വരും, അവരുടെ കാര്യങ്ങൾ പറയുമ്പം മറ്റുള്ളവർ അറിയും. ഇവിടെ വരുന്നവർ തമ്മിൽ കണക്റ്റഡ് ആവുകയാണ്. ഇവിടെ ഉള്ളവർ പലരും ഇപ്പോൾ പലരുടെയും നമ്പേഴ്സ് ആവശ്യം വരുന്നു, അവരുടെ ഫീൽഡിലുള്ളവരുടെ അവർ തമ്മിൽ കണക്റ്റ് ആവും. നാളെ ഇതിനകത്ത് കുറേ പേരും നാളെ മുതൽ സംവൺ ഗ്രേറ്റ് ആയി മാറുകയാണ്. നിങ്ങളെ കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യാനും അതുപോലെ നിങ്ങളെ വിശിഷ്ട അതിഥിയായിട്ട് ഇരുത്താനും ഒക്കെ തന്നെ ഓരോ ശരിക്കും സ്ഥാനം കയറ്റമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാനം കയറ്റം ലഭിക്കാനായിട്ട് നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരെയും നിങ്ങളുടെ ചുറ്റിനുമുള്ള നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരെയും ആരും അറിയപ്പെടാത്തവരും അറിഞ്ഞവരും എല്ലാവരെയും തന്നെ നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യാം, ഇവിടെ വരുത്താം. അങ്ങനെ അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം ഇല്ലേ? അതുകൊണ്ട് എല്ലാ അവാർഡ് ജേതാക്കൾക്കും വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സോ മച്ച്. അടുത്തതായി ശ്രീ ഗോപകുമാർ ബി, സിനിമ സീരിയൽ നടനാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട BSS ചെയർമാൻ ഡോക്ടർ ശ്രീ ബാലേന്ദ്ര സാർ, അഡ്മിൻ ഡയറക്ടർ, ജോയിൻറ്റ് ഡയറക്ടേഴ്സ്, ഇവിടെയുള്ള മറ്റുദ്യോഗസ്ഥരെ, സർവോപരി എൻ്റെ മുന്നിലിരിക്കുന്ന അവാർഡ് ജേതാക്കളെ, ഇവിടെ ധാരാളം അതായത് പല നമ്മുടെ ഈ അവാർഡ് വാങ്ങാൻ വരുന്നവർ തന്നെ എത്രക്കാരാരാണെന്ന് എത്രത്തോളം ശക്തിയുള്ളവരാണെന്ന് ഈ തിരുമുറ്റത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ തിരുമുറ്റത്ത് നിന്ന് അവാർഡ് വാങ്ങി വളരെയധികം ഉയർച്ചയിലുള്ള വളരെയധികം ഉന്നതിയിലുള്ള ആൾക്കാർ വന്ന് അവാർഡ് വാങ്ങിപ്പോയിട്ടുണ്ട്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ക്ഷയരോഗ വിദഗ്ധനായ ഡോക്ടർ ജെയിംസ് സാർ ഈ തിരുമുറ്റത്ത് നിന്ന് അവാർഡ് വാങ്ങിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജൻ പൊതുവാൾ സാർ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. അതുപോലെ തന്നെ ജന്മനാൽ ഇരു കൈകളും നഷ്ടപ്പെട്ട ഒരു ബാലൻ, പമ്പയാറിൻ്റെ ഇക്കരയിൽ നിന്നും അക്കരെ നീന്തി കടന്ന ആ പയ്യൻ ഇവിടെ നിന്നും ബാലേന്ദ്ര സാറിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സമരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് 75 വർഷങ്ങൾക്ക് മുമ്പ് ചാച്ചാജി തുടങ്ങിവെച്ച ഭദ്രദീപം കൊളുത്തി വെച്ച ഒരു സംരംഭമാണ്. ആ സംരംഭം നമ്മുടെ ബാലേന്ദ്ര സാറിൻ്റെ കീഴിൽ ഭദ്രമായി നിലകൊള്ളുകയാണ്. സമൂഹത്തിൻ്റെ താഴെക്കടയിൽ നിന്നുള്ളവരെ കൈപിടിച്ചുയർത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അത് വിദ്യാഭ്യാസമായിരുന്നാലും ശരി, തൊഴിൽ മേഖലയിലായിരുന്നാലും ശരി, വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിഷിദ്ധമാണ്. ഞാൻ പ്രസംഗം വളരെയൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഇതുപോലുള്ള അശ്ലഭ മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനും ഭാരത് സേവ ഉപഹാരം കൈമാറുന്നതിനുമായി നമ്മുടെ പ്രിയപ്പെട്ട BS ബാലേന്ദ്ര സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഭാരത് സേവ സമാജത്തിൻ്റെ കർമ്മപരിപാടികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഈ ഭാരത് സേവക് ബഹുമതി കൊടുത്ത് നമ്മുടെ രാജ്യത്തെ ആദരണീയരായ വ്യക്തികളെ അംഗീകരിക്കുന്ന ഒരു വലിയ കർമ്മം. ഇങ്ങനെ മഹത് വ്യക്തികളെ ആദരിക്കുക വഴി ഭാരത് സേവ സമാജ് ലക്ഷ്യമിടുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ നിങ്ങൾ ഓരോരുത്തരും നൽകിയ സംഭാവനകൾ ലോകത്തിന് മുന്നിൽ അറിയിക്കുക എന്നുള്ളതാണ്. ഭാരതം ലോകത്ത് ഏറ്റവും മുന്നിലേക്കെത്തുവാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. ഒന്നാം ശക്തിയായി മാറുവാൻ ആഗ്രഹിക്കുന്നു എല്ലാ രംഗങ്ങളിലും. അങ്ങനെ ഭാരതം മുന്നോട്ട് പോകണം എന്ന് കരുതുന്ന ഒരു ചിന്തയിലാണ് ഇപ്പോൾ റിപ്പബ്ലിക്കിൻ്റെ 75ാം വാർഷികമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷിക സമയത്താണ് നാം ഈ പരിപാടി ആരംഭിക്കുന്നത്. അന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടായ പാർലമെൻറ്റും പ്രധാനമന്ത്രിയും അടക്കമുള്ള ആളുകൾ പ്രസ്താവിച്ചു, ഭാരതം ലോകത്തിന് മുന്നിൽ
കുതിക്കുകയാണ്. ഭാരതം വളരുന്നു എല്ലാ രംഗങ്ങളിലും, സാങ്കേതിക രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും മറ്റെല്ലാ ഭൗതിക സാഹചര്യങ്ങളുടെ രംഗത്തായാലും ഒക്കെ തന്നെ നാം വളരുന്നു, സാംസ്കാരിക രംഗത്തും ഒക്കെ തന്നെ. അപ്പോൾ ഈ ഭാരതം വളരുന്നത് കേവലം ഒരുപിടി രാഷ്ട്രീയക്കാരുടെയോ ഗവൺമെൻറ്റിൻ്റെയോ മാത്രം ഇനിഷ്യേറ്റീവ് അല്ല എന്നും നമ്മുടെ രാജ്യത്തെ അനേകം കോടി വ്യക്തികൾ കൂടി പങ്കാളികളായതുകൊണ്ടാണ് ഭാരതം ഇന്ന് കാണുന്ന ഭാരതമായി രൂപപ്പെട്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസ രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും സാഹിത്യ രംഗത്തായാലും കലാരംഗത്തായാലും ഏത് രംഗത്തായാലും സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള സംഭാവനകൾ ചെയ്യുന്ന വ്യക്തികളാണ്, മഹത് വ്യക്തികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വ്യക്തികളെ ഭാരത് സേവക് ബഹുമതി നൽകി, ദേശീയ പുരസ്കാരം നൽകി ആദരിക്കുക എന്നുള്ളതാണ് ദേശീയ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജ് ലക്ഷ്യമിട്ടിരിക്കുന്നത്, നടപ്പിലാക്കുന്നത്. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം പാർലമെന്റിന്റെ സമ്പൂർണ്ണ അംഗീകാരത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട ഒരു അസാധാരണ ഗസറ്റ് മുഖേന രൂപീകരിക്കപ്പെട്ട ദേശീയ വികസന ഏജൻസിയാണ് ഭാരത് സേവക് സമാജ്. അതുകൊണ്ടാണ് ഭാരത് സേവക് സമാജ് രാജ്യത്തെമ്പാടും കഴിഞ്ഞ 75 വർഷകാലമായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ, ഈ രാജ്യത്തെ ജനങ്ങളെ, ഭാരതത്തെ കെട്ടിപ്പടുക്കുവാൻ, ഭാരതത്തെ മുന്നോട്ട് നയിക്കുവാൻ ഉതകുന്ന വ്യക്തികളെ കണ്ടെത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവരുടെ പിന്തുണയോടുകൂടി സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാനും കഴിയുന്ന കർമ്മപരിപാടി ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. ഇന്നിവിടെ എത്ര മഹത് വ്യക്തികളാണ് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ പ്രവർത്തകർ, ഡോക്ടർ ദാസനെ പോലുള്ള മികച്ച അധ്യാപകർ, കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാറായിരുന്നു അദ്ദേഹം. അതുപോലെ ശ്രീ റഷീദ് അണ്ടത്താണി, റഷീദല്ലേ, ഹുസൈൻ അണ്ടത്താണി, എത്ര വിദ്യാഭ്യാസ പ്രവർത്തകരാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ടീച്ചർ, എത്ര പേരാണ്. നാം ടി വിയിൽ മാത്രം സ്ഥിരമായി കാണാറുള്ള ഒരു മികച്ച താരം നമ്മുടെ മുന്നിലിരിപ്പുണ്ട്. അതുപോലെ അമേരിക്കയിൽ നിന്ന് പറന്നെത്തിയിരിക്കുന്നു ഭാരത് സേവക് ഉപഹാരം വാങ്ങുവാനായി. ഇത് കഴിഞ്ഞ് ഭാരത് സേവക് സമാജത്തിൻ്റെ ഉപഹാരം കിട്ടിയതിൻ്റെ പേരിൽ അമേരിക്കയിൽ സ്വീകരണം വെക്കണം കേട്ടോ. മലയാളി സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ PSS ദേശീയ പുരസ്കാരം കിട്ടിയതിൻ്റെ പേരിൽ അവിടെ സ്വീകരണം വെക്കുകയും ആ വാർത്ത ഇവിടെ തരികയും വേണം കേട്ടോ. ജസിന്ത മൊറീസ് എന്ന് പറയുന്നത് ഒരു മികച്ച സംഘടനാ പ്രവർത്തകയാണ്. ഉദ്യോഗസ്ഥ എന്നതിനപ്പുറമായി പൊതുരംഗത്ത് നിൽക്കുന്ന വളരെ ഊർജ്ജസ്വലയായ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ജസിന്ത മൊറീസ്. ഇങ്ങനെയുള്ള ഈ വ്യക്തികൾ, അതുപോലെ ഇവിടെ ആശംസകൾ അർപ്പിച്ച സൂര്യകവി ജയദേവൻ, ഡോക്ടർ ജയദേവൻ, കഴിഞ്ഞ കാലങ്ങൾക്ക് മുമ്പ് മലയാള മനോരമ പത്രത്തിൽ ഒരു സപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു ഡോക്ടർ ജയദേവനെ കുറിച്ച്. അദ്ദേഹം കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സൂര്യനെ കുറിച്ച്. 4000-ലധികം കവിതകളായി. ഇന്ന് രാവിലെയും എഴുതി. നാളെ രാവിലെ എന്ത് എഴുതാൻ പോകുന്നു എന്ന് അദ്ദേഹത്തിന് അറിയില്ല. രാവിലെ 3 മണിക്ക് അദ്ദേഹം ഉറക്കമണിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സൂര്യനെ നോക്കുമ്പോൾ വരികൾ വരും. അദ്ദേഹം ഇങ്ങനെ സൂര്യനെ കുറിച്ച് കവിത എഴുതും. അത്തരത്തിലുള്ള പ്രതിഭാസങ്ങളാണ് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിലകൊള്ളുന്നത്. ഇവരുടെയൊക്കെ പ്രചോദനം, നിങ്ങളുടെയൊക്കെ പ്രചോദനം, നിങ്ങളുടെയൊക്കെ പങ്കാളിത്തം നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഈ യാത്രയിൽ, മുന്നോട്ടുള്ള ദൗത്യത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഭാരത് സേവക് ബഹുമതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നു മുതൽ നിങ്ങൾ ഭാരത് സേവക് ആയി മാറുകയാണ്. ഭാരത് സേവക് ആവുക എന്ന് പറയുന്നത് എല്ലാവരെയും തുല്യരായി കാണുവാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. സച്ചിദാനന്ദം നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാടാണ്. സച്ചിദാനന്ദം, സത്തും ചിത്തും. ചിത്ത് എല്ലാത്തിലും അടങ്ങി, എല്ലാ ചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്ന ചിത്ത് ഒന്നാണെന്നാണ്.
ചിത്ത് ഇന്നലെയുമുണ്ട്, ഇന്നുമുണ്ട്, നാളുണ്ടാവുകയും ചെയ്യും. സത്ത് മാത്രമാണ് ഇല്ലാതാവുക എന്നാണ്. അപ്പോൾ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ചിത്ത് ഒന്നാണ് എന്ന് പറയുമ്പോൾ ആളുകൾ തമ്മിൽ വ്യത്യാസമില്ല. എല്ലാവരും ഒന്നായി കാണാനുള്ള ധാർമ്മികത, സംസ്കാരമാണ് ഭാരതത്തിൻ്റെ പൈതൃകമായുള്ള സംസ്കാരം. ആ പൈതൃക സംസ്കാരം ഉയർത്തിപ്പിടിക്കുവാനും ആ പൈതൃക സംസ്കാരത്തിൽ ഊന്നിന്നുകൊണ്ട് എല്ലാവരെയും സൗഹൃദത്തോട് കാണുവാനും വിദ്വേഷത്തിൻ്റെയും പകയുടെയും തെറ്റായ വഴികളിൽ നിന്ന് മാറി നടക്കുവാനും കഴിയുന്ന ചിന്ത നമുക്കുണ്ടാകണം. ഇപ്പോൾ അസ്വസ്ഥതയും വിദ്വേഷവും പകയും ഒക്കെ തന്നെ പങ്കുവെക്കുന്ന ഭരണാധികാരികളും പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒപ്പീനിയൻ ലീഡേഴ്സും നമ്മുടെ നാട്ടിൽ ധാരാളമായി കാണാറുണ്ട്. ആളുകളെക്കുറിച്ച് ഭത്സിച്ച് സംസാരിക്കുക എന്നുള്ളത് ഒരു പൊതുവികാരമായി മാറിയിരിക്കുന്നു. അവിടെ ഒരാളിനെ ഭത്സിച്ച് സംസാരിക്കുമ്പോൾ അത് എന്നെ തന്നെയാണ് ഭത്സിക്കുക എന്ന് സ്വയം തിരിച്ചറിയാനുള്ള സാമാന്യമായ ബോധം മനുഷ്യൻ വളർത്തിയെടുക്കുന്നതാണ് ഭാരതീയ സംസ്കൃതി അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത്. ഒരാൾ നശിക്കണമെന്ന് നാം കരുതുമ്പോൾ അത് നമ്മുടെ ജീവൻ്റെ ഭാഗം തന്നെയാണ് നശിക്കുക എന്നാണ് നാം ചിന്തിക്കുക എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം. അത്തരത്തിലുള്ള സംസ്കാരമാണ് ഭാരതത്തിൻ്റെ സംസ്കൃതി എന്ന് പറയുന്നത്. ആ സംസ്കൃതി, ഭാരതീയ സംസ്കാരം ലോക സംസ്കാരമാണ്. ലോകത്തെ എല്ലാവരും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഭാരതം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഭാരതത്തിൻ്റെ ആപ്തവാക്യമാണ്. ഭാരതം ലോകമാണ്. ആ നിലയിൽ ചിന്തിക്കുവാൻ, പകയും വിദ്വേഷവുമില്ലാതെ ചിന്തിക്കുവാനും നന്മയുടെ വഴികളിലേക്ക് സമൂഹത്തെ നയിക്കുവാനും കഴിയുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പല ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ടാകാം. ഇത്തരത്തിൽ വ്യത്യസ്തമായ ആളുകൾ പങ്കെടുക്കുന്ന ഒരു വേദി, വ്യത്യസ്ത തുറകളിലുള്ള ആളുകൾ ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു വേദി, മജീഷ്യൻ മുതൽ പ്രൊഫസർമാർ വരെ പങ്കെടുക്കുന്ന പ്രത്യേക വേദി, ഇങ്ങനൊരു വേദി നിങ്ങൾ ഒരുപക്ഷെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടാൻ വഴിയില്ല, അല്ലേ? ആ അവസ്ഥ ഭാരതത്തിൻ്റെ പ്രത്യേകതയാണ്. ആ ഭാരതീയതയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഭാരതീയ സമാജത്തിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. കൂടുതൽ കൂടുതൽ ഉന്നതിയിലേക്ക് എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കൾ കടന്നു ചെല്ലുവാൻ അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ജഗത്. അടുത്തതായി ഉപഹാര സമർപ്പണമാണ്. ആദ്യമായി ഡോക്ടർ സംഗീത് AK. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, ശ്രീ ജയപ്രകാശ് രാഘവയ്യ, ഡോക്ടർ MT നാരായണൻ, ഡോക്ടർ N ലക്ഷ്മിക്കുട്ടി, ശ്രീമതി സ്മിത മുരളി, പ്രൊഫസർ M ദാസൻ, ഡോക്ടർ R വേലായുധൻ, ശ്രീ ആലപ്പി ഋഷികേശ്, ശ്രീമതി ബിന്ദു സുരേഷ്, ശ്രീ അനിൽകുമാർ S, ശ്രീ ബിപിൻ കുമാർ, ശ്രീ സജി K ജോയ്,
ശ്രീ കൊടുമൺ ഗോപാലകൃഷ്ണൻ, ശ്രീ സത്യപ്രസാദ്, ശ്രീ വസന്തകുമാരൻ നായർ കെ, ശ്രീ കമാൻഡോ സുരേഷ്, ശ്രീ അഫീസ് ഖാൻ എഫ്, ശ്രീ മുഹമ്മദ് സലീം, ശ്രീ വെള്ളിമൺ ബി വിഷ്ണുനാഥ്, ശ്രീ രംഗശ്രീ സുരേന്ദ്രൻ, ശ്രീ റിജി കെ ജോയ്, ശ്രീ മുരളി പനവേലി, ശ്രീ അബ്ദുൾ റഷീദ് നെല്ലിയാളി, ശ്രീമതി സി രമാദേവി, ശ്രീമതി സ്വർണലത, ശ്രീ മോഹൻലാൽ ആദിത്യ, ശ്രീമതി അജി പണിക്കർ, ശ്രീ ശിവപ്രസാദ് വി, ശ്രീ കെ എസ് ദാസ്, ശ്രീ അനിൽ അറപ്പയിൽ, ഡോക്ടർ രേഷ്മ വിപിൻ നമ്പ്യാർ, ശ്രീമതി കലാമണ്ഡലം റസി ഷാജിദാസ്, ശ്രീ മനു ദേവ്, ശ്രീ കൃഷ്ണകുമാർ, ശ്രീമതി അഞ്ജന രാജീവ്, ശ്രീമതി രാജശ്രീ കെ കെ, ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാം, ശ്രീ ഗോപൻ കെ സി, ഡോക്ടർ ക്ലാരിസ് ടോമി, ശ്രീ എ സി വാവച്ചൻ, ശ്രീമതി ശാലിനി സോമൻ, ശ്രീമതി അനുപമ സുന്ദരേശൻ, മിസ് ജെസ്സി ബി മാർട്ടിൻ, ശ്രീമതി ആതിര സി എസ്,
ശ്രീമതി മഞ്ജുഷ പി, ശ്രീമതി മായ കുമാരി ML, ശ്രീ ജയരാജൻ U, ശ്രീ ഇസ്മയിൽ KP, ശ്രീമതി രേവതി ഉദയകുമാർ, ആരെ പേര് പറഞ്ഞേ, ശ്രീ PA ഷാനവാസ്, ഹരിപ്പാട് സ്വദേശി, ജനപ്രതിനിധി, വ്യാപാരി, അധ്യാപകൻ. മഹാപ്രളയകാലത്തും കോവിഡ് കാലത്തും ദുരിതബാധിതരെ ചേർത്ത് നിർത്തിയുള്ള പ്രവർത്തനം. താൻ പ്രതിനിധീകരിക്കുന്ന വിയ്യപുരം 2-ാം വാർഡിൽ അസുഖത്തിനോ അപകടത്തിനോ ഇരയാകുന്നവരെ ഉടൻ സാമ്പത്തിക സഹായം നൽകി ചികിത്സയ്ക്ക് വേണ്ട ഏർപ്പാടുണ്ടാക്കുന്നു. കുട്ടനാട്ടുകാരനായതുകൊണ്ട് തന്നെ അടിക്കടി എന്നോണം ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് രാജ്യത്തെ 2.5 ലക്ഷം ഗ്രാമപഞ്ചായത്തുകളെ പിന്തള്ളിക്കൊണ്ട് 1-ാം സ്ഥാനത്തെത്തിയ പഞ്ചായത്തിനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹനായി. രാഷ്ട്രപതിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഈ കാരണത്തിൽ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് തലത്തിലും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. വിയ്യപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഗൾഫ് മലയാളി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിക്കുന്നു. സാമൂഹ്യ സേവനത്തിനുള്ള അംഗീകാരം. ഈ ചടങ്ങിന് നന്ദി പറയുന്നതിനായി ഭാരത് സേവക് സമാജിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ TP വിനോദിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർകൾ, ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ, ഡയറക്ടർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, ക്ഷണിക്കപ്പെട്ട അവാർഡ് സ്വീകർത്താക്കളെ, സുഹൃത്തുക്കളെ, ഡോക്ടർ BS ബാലചന്ദ്രൻ അവരുടെ നേതൃത്വത്തിലുള്ള ന്യൂഡൽഹിയിലെ സെൻട്രൽ ഭാരത് സേവക് സമാജ് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും നവഭാരത ശില്പിയുമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദേശീയ വികസനത്തിന് ആക്കം കൂട്ടുവാൻ മാനവ വിഭവശേഷി സമാഹരിച്ചുകൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയകൾക്കും ജനപങ്കാളിത്തം വരുത്തുന്നതിനും വേണ്ടി രാഷ്ട്രത്തിന് സമർപ്പിച്ച രാഷ്ട്രീയേതരവും മതപരമായോ വർണ്ണവർഗ വ്യത്യാസവും അസമത്വങ്ങളും ഇല്ലാത്ത രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എക്കാലവും നിലനിർത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ട ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ മികവ് ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ വലിയ ഒരു ജനവിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും എത്തിക്കുവാൻ കഴിഞ്ഞു എന്നത് BSSൻ്റെ നേതൃത്വം അഭിമാനിക്കുമ്പോൾ, അതിന് പങ്കാളിത്തം വഹിച്ച ഈ രാജ്യത്തെ സാമൂഹിക സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന രാജ്യസ്നേഹികളും ആത്മാർപ്പണ ബോധമുള്ള വ്യക്തിത്വങ്ങളെയും ദേശീയ തലത്തിൽ ആദരിക്കുവാൻ ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ തീരുമാനിച്ചു നടപ്പിലാക്കി വരുന്നതും കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും അഭിമാനകരമായ ഈ ദേശീയ പുരസ്കാരം നൽകി വരുന്നതിനോടൊപ്പം ഇന്ന് BSSൻ്റെ സെൻട്രൽ പ്രോഗ്രാം ഓഫീസിൽ നടന്ന ഈ ചടങ്ങിന് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ചെയർമാൻ ആദരണീയനായ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർകൾ ഈ ഫംഗ്ഷന് അധ്യക്ഷത വഹിച്ചു. അദ്ദേഹത്തിന് ഭാരത് സേവക് സമാജിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ദേശീയ ജനറൽ സെക്രട്ടറിയും ഭാരത് സേവക് സമാജിൻ്റെ ഡയറക്ടറുമായ ശ്രീമതി ജയ ശ്രീകുമാർ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ശ്രീമതി ജയ ശ്രീകുമാറിന് ഭാരത് സേവക് സമാജിൻ്റെയും എൻ്റെയും പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. BSSൻ്റെ അഡ്മിൻ ഡയറക്ടർ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി സിന്ധു മധു എന്നിവർക്ക് ഭാരത് സേവക് സമാജിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിന് ഭാരത് സേവക് സമാജിൻ്റെ ഈ അവാർഡ്, ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ പുരസ്കാരം സ്വീകരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സുമനസ്സുകളായ എല്ലാ വ്യക്തിത്വങ്ങൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വീണ്ടും നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ദേശീയ ഗാനം.
जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे।